ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എപ്പിസോഡ് 13 സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഈ ഒരു വീട് പണിതതിന് ശേഷം ഫസ്റ്റായിട്ട് നമ്മുടെ ചെയർമാൻ അവരുടെ ഫാമിലീനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിലും ആ വീട്ടിൽ വെച്ച് തന്നെ ചെയർമാൻ മരിച്ചിരിക്കുകയാണ്. ചെയർമാനാണെങ്കിൽ ആ വീട് വെച്ചതിന് ശേഷം ഈ ഒരു സീക്രട്ട് റൂമിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലിഫ്റ്റിൽ കയറിയതിന് ശേഷം ഇവർ ആ സീക്രട്ട് റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, ആ സീക്രട്ട് റൂമിലുണ്ടായിരുന്നതൊക്കെ തന്നെ ഈ അടുത്ത് തന്നെ ആരോ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ബിയോംജ മോസിയോളിനോട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ. പക്ഷേ മോസിയോൾ പറയാണ് ഇപ്പോൾ ഈ വീട്ടിലത്തെ ലീഗൽ റെസിഡൻ്റ് ആണ് മോസിയോൾ, അതുകൊണ്ട് കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇവർ പറഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഹെയിൻ ആ ഒരു വോയിസ് റെക്കോർഡിംഗ് പെൻ എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ. അതായത് ചെയർമാൻ്റെ റൂമിൽ വെച്ചിരുന്നില്ല, ആ ഒരു പെൻ എടുത്ത് കേട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ ചെയർമാൻ്റെ വോയിസ് ഉണ്ട്. ഞാൻ എന്തായാലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർമാന് ചില സമയത്ത് മാത്രമേ മെമ്മറി വരുന്നുള്ളൂ, അതായത് റിയൽ ടൈം മെമ്മറി വരുന്നുള്ളൂ. ചില സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ തന്നെ ഇല്ല എന്താണ് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓർമ്മ വന്നപ്പോഴാണ് ഈ ഒരു വോയിസ് ഇട്ടിരിക്കുന്നത്. അതായത് ഒരുപാട് ക്യാഷ് സമ്പാദിച്ചു, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം ഫുള്ള് ആ ക്യാഷ് അങ്ങനെ സേഫായിട്ട് വെക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു. ഒരുപാട് വർഷങ്ങൾ ചെയർമാൻ ഈ ഒരു ക്യാഷ് സൂക്ഷിക്കാൻ വേണ്ടി വേസ്റ്റ് ചെയ്തു. ആ ഒരു കാര്യത്തിൽ ചെയർമാൻ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫൊന്നും എൻജോയ് ചെയ്തില്ല. അപ്പോൾ ഇവരോട്, അതായത് മക്കളോടും പേരക്കുട്ടികളോടൊക്കെ ലൈഫ് ഡിഫറെൻ്റ് ആയിട്ട് നോക്കി കാണാനും ജീവിക്കാനൊക്കെയാണ് ചെയർമാൻ പറയുന്നത്. വോയിസ് റെക്കോർഡിങ്ങിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചെയർമാൻ എല്ലാവരോടും ഒരു സോറിയും പറയുന്നുണ്ട് കേട്ടോ. ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചെയർമാൻ്റെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെയിൻ ഹ്യുങ്വൂനോട് പറയുകയാണ്, ഇതൊരു ഡെത്ത് റിഹേഴ്സൽ പോലെയുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നു, പിന്നെ ചെയർമാനെ അടക്കാനുള്ള കുഴി കുഴിക്കുന്നു, അടക്കുന്നു, പിന്നെ റൈസ് സൂപ്പ് കുടിച്ച് എല്ലാവരും വീട്ടിൽ പോകുന്നു. നമ്മുടെ നായിക ഹെയിൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ പറഞ്ഞ 3 മാസം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എന്ന് വേണമെങ്കിലും ഇവൾ പെട്ടെന്ന് മരിച്ചു പോവാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇവൾക്ക് സങ്കടമുണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെയിൻ്റെ ഫാമിലി ആണെങ്കിൽ ഈ അടുത്താണ് അവൾക്ക് ഒരുപാട് കെയറും ലവും ഒക്കെ കൊടുത്തു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹെയിന് ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവൾക്ക് മരിക്കണമെന്ന് തീരെ ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം എന്നൊരാഗ്രഹത്തിലാണ് അവളിപ്പോൾ ഇരിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് യൂണിനെയും മോസിയോളിനെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പായുടെ സീക്രട്ട് ഫണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിരുന്നു. അതായത് ചെയർമാൻ എവിടെയാണ് സീക്രട്ട് ഫണ്ട് വെച്ചതെന്ന് ഇവർ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഇവർ വേറൊരു സേഫിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. സിയോളാണ് ഈ ഒരു ക്യാഷ് എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത്. അതായത് ചെയർമാൻ കണ്ടുകൊണ്ടിരുന്ന ആ വീഡിയോസൊക്കെ ഇല്ലേ, അങ്ങനെ ഓരോ വീഡിയോസ് ഇരുന്ന് കണ്ട് അപ്പോഴാണ് ഇവൾക്ക് മുൻപ് ചെയർമാൻ എടുത്ത് ആ സീക്രട്ട് റൂം എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു വീഡിയോ കാണുന്നതും ആ ക്യാഷ് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവരുടേതായ ഒരു സേഫിലേക്ക് നമ്മുടെ മോസിയോളും മാറ്റുന്നത് കേട്ടോ. യൂണാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആവാണ് ഇത്രയധികം ക്യാഷ് കണ്ടിട്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഹ്യുങ്വൂൻ്റെ അച്ഛനെയും ബ്രദറിനെയാണ് കേട്ടോ. അപ്പോൾ ഹ്യുങ്വൂൻ്റെ ബ്രദർ അച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ചെയർമാൻ ഹോങ്ങിൻ്റെ കയ്യിൽ 21% ഷെയർ ചെയർമാൻ ഗേൾ ഫ്രണ്ടിന് കൊടുത്തു. പക്ഷേ ചെയർമാൻ ഇപ്പം മരിച്ചു, അതുകൊണ്ട് തന്നെ ഈ ഒരു 21% ഷെയർ തിരിച്ച് ഫാമിലിയുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. യൂണിന് ഈ ഒരു കമ്പനിയിലുള്ള ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59.1% ആണ്. പക്ഷേ ഇപ്പോൾ അത് 38.1% ആയിരിക്കുകയാണ് ചെയർമാൻ മരിച്ചതിന് ശേഷം. അതായത് നമ്മുടെ ഹെയിൻ്റെ ഫാമിലിയുടെ കയ്യിൽ ടോട്ടൽ ഷെയർ 34.7%, യൂണിൻ്റെ കയ്യിലുള്ള ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38.1% ആണ്. അതായത് ഒരു 3.4% ഷെയർ കൂടുതലുള്ളത് ഇപ്പോഴും യൂണിൻ്റെ കയ്യിലാണ്. ഹ്യുങ്വൂൻ്റെ ബ്രദർ ആണെങ്കിൽ ക്വീൻസിൻ്റെ സ്റ്റോക്കിലൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഇവൻ ഈ ഡീറ്റെയിൽസും ഡയറ്റും ഒക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ പറയാണ്, നീ ഭയങ്കര കാൽക്കുലേറ്റീവ് ആണ്, നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ മകനാണെന്ന് എവിടെയും പോയി പറയല്ലേ എന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹ്യുങ്വൂൻ്റെ അച്ഛനും ഹെയിൻ്റെ അച്ഛനും ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഹെയിൻ്റെ അച്ഛൻ പറയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഫെയിലായിപ്പോയിന്ന്. അപ്പോൾ നമ്മുടെ ഹ്യുങ്വൂൻ്റെ അച്ഛൻ പറയാണ്, ഈ ഒരു ഫ്രൂട്ട് കണ്ടോ, ഈ ഫ്രൂട്ട് നമ്മൾ ഡയറക്റ്റായി കഴിച്ച് കഴിഞ്ഞാൽ ബിറ്ററാണ്, പക്ഷേ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് സോജു ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നും. അതുപോലെയാണ് നമ്മുടെയൊക്കെ ലൈഫ്, ഉയർച്ചയും താഴ്ചയൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, അതൊക്കെ നോർമലാണെന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ഹ്യുങ്വു അങ്ങോട്ട് വരുന്നതും അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ കോള് ജർമ്മനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കോളിൽ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയാണ്, ഹെയിൻ്റെ പോലത്തെ തന്നെ ഒരു സിമിലറായ കേസ് വന്നിരുന്നു, അതിൽ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് ആ കേസ് ഇപ്പോൾ വോൺ ചെയ്തു, സക്സസ്ഫുൾ ആണെന്ന് പറയുകയാണ്. എൻ്റെ കാര്യത്തിൽ റിക്കവറി ഉണ്ടാവും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഒരു പ്രോബ്ലം അവിടെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹ്യുങ്വു ഈ 2 അച്ഛന്മാരോടും പറയാണ് കേട്ടോ. ഹെയിൻ്റെ കേസ് റയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയിൻ്റെ ബ്രെയിൻ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹൈ ഇൻറ്റൻസിറ്റി അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് ട്യൂമർ സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എന്താണെന്ന് ഇപ്പം നമ്മളോട് പറയുന്നില്ല കേട്ടോ. ഇവർ ഡിന്നർ കഴിക്കാതിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അതായത് ഹ്യുങ്വൂൻ്റെ ഫാമിലിയും ഹെയിൻ്റെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് ഹാപ്പി ആവുകയാണ് കേട്ടോ ഹെയിനെ റിക്കവറി ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ. ഹെയിനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. പക്ഷെ അവൾക്കൊരു ഇരിക്കപ്പുറതില്ല. അവൾ വീണ്ടും വന്നിട്ട് നമ്മുടെ ഹ്യുങ്വൂൻ്റെ റൂമിൽ വന്ന് ചോദിക്കുകയാണ്, ശരിക്കും ഡോക്ടർ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, എനിക്ക് റിക്കവറി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഹ്യുങ്വൂനോട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഹെയിൻ മുൻപത്തെ മെമ്മറീസ് ഒക്കെ തന്നെ മറന്നു പോകും. ആ കാര്യങ്ങൾ ഈ 2 അച്ഛന്മാരോടും അറിയാം. പക്ഷേ അച്ഛന്മാർ പറയാണ്, അത് ഹെയിനോട് പറഞ്ഞാൽ ഹെയിൻ സർജറിക്ക് സമ്മതിക്കില്ല, അതുകൊണ്ട് പറയാണ്. അങ്ങനെ ഈ ഒരു കാര്യം മാത്രം ഹെയിൻ്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ. അതായത് സൈഡ് എഫക്റ്റ് മെമ്മറി ലോസ് ആയിരിക്കും എന്ന് മാത്രം പറയുന്നില്ല.
സർജറിക്ക് ശേഷം നമ്മുടെ ഹെയ്ന് ഇവരാരെയും തന്നെ ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. സീനിൽ നമ്മുടെ ഹെയ്ൻ വീടിന് പുറത്ത് വന്നിരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂങ്ങും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹെയ്ൻ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദക്കണ്ണീരാണ്. എനിക്ക് സന്തോഷം കൊണ്ട് വരുന്ന കണ്ണീരാണെന്ന് പറയാണ് കേട്ടോ. അന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയുന്നുണ്ട് നാളെ ജോബിനൊന്നും പോകണ്ട, നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്നൊക്കെ പറയാണ് കേട്ടോ. വിവാഹത്തിന് ശേഷം ഇവർ ഒരുമിച്ചൊരു ട്രിപ്പ് പോയി എന്ന് പറയാൻ പറ്റുന്നത് ഇവരുടെ ഹണിമൂണാണ് കേട്ടോ. അതിനുശേഷം ഇപ്പോഴാണ് രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ പോകുന്നത്. ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ഹെയ്ൻ നമ്മുടെ ഹ്യൂങ്മോനോട് പറയാണ്, നിനക്കറിയാത്ത 3 കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ആദ്യത്തെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ആ MP3 പ്ലെയറിനെ കുറിച്ച് പറയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു MP3 പ്ലെയറില്ലേ അത് എൻ്റെ ആണെന്ന് പറയാണ് കേട്ടോ ഹെയ്ൻ. എന്നിട്ട് അവളുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ അതുമേ ഉണ്ട്, എച്ച് എന്ന്. അതൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്കൂളിലത്തെ അവളുടെ ലാസ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ അവൾ US പോവാണ്. ആ ഒരു ഡേയിലാണ് അവൾക്ക് ആ സ്കൂളിൽ വെച്ചിട്ട് ആ ഒരു ഫീൽഡിൽ വെച്ചിട്ട് ഈ ഒരു MP3 പ്ലെയർ മിസ്സാവുന്നത് കേട്ടോ. ആണെങ്കിൽ ആകെ കൂടി ഷോക്കാവുന്നു കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയാണ്, എന്നോട് യൂൺ പറഞ്ഞിരുന്നു യൂൺ എന്നെ മുൻപ് രക്ഷിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതൊരു ഫേറ്റ് എന്ന് പോലെ അവൻ എന്നോട് പറഞ്ഞേ. ഹെയ്ൻ പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ ഒരു മൂവി പോലെ ഫേറ്റ് എന്ന്. ഫസ്റ്റായിട്ട് നമ്മുടെ ഹ്യൂങ്ങുവിനെ കണ്ടപ്പോൾ തന്നെ ഹെയ്ൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ക്രഷ് അടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂങ്ങു ആദ്യമായിട്ട് ഹെയ്നെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലേ, അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ ഹെയ്നും ഹ്യൂങ്ങുവിനെ ഫസ്റ്റായിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹെയ്ന് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം അവൾ നെക്സ്റ്റ് ഡേ ഇവിടുന്ന് പോവുകയാണല്ലോ. ഒരു ടൈമിൽ നമ്മുടെ ഹ്യൂങ്ബും ഹെയ്നോട് ട്രൂത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റായിട്ട് ഹെയ്നെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ ആ സ്കൂളും കോളേജും ഫുൾ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റായിട്ട് നിന്നെ കണ്ടപ്പോൾ നീ ഒരു പോണി ടെയിലായിരുന്നു, വൈറ്റ് സോക്സ് ആയിരുന്നു, നല്ല ഫെയർ സ്കിന്നായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയ്ൻ ഹ്യൂമുവിനോട് പറയാണ്, നീ അന്ന് ചോദിച്ചതുപോലെ ഞാൻ ഡിവോഴ്സ് പിൻവലിക്കുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂമു ഒരുപാട് ഹാപ്പി ആവാണ്. രണ്ടുപേരും അവിടെ ഇരുന്ന് ഹഗ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഗ്രേസ് മോസിയോളോട് പറയാണ്, അന്ന് എനിക്ക് എന്തായാലും 5% തരാമെന്നാണ് പറഞ്ഞത്. 5% പറഞ്ഞു കഴിഞ്ഞാൽ 45 ബില്യൺ ആണ്. പക്ഷേ എനിക്ക് അത്രയൊന്നും വേണ്ട, എനിക്ക് 40 ബില്യൺ മതി എന്ന് പറയാണ് കേട്ടോ മോസിയോളിനോട്. മോസിയോളാണെങ്കിൽ കുറച്ച് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മോസിയോളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഗ്രേസിന് ആ ക്യാഷ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഗ്രേസ് ഇരിക്കുന്നത്. പെർമിഷൻ വേണമല്ലോ ക്യാഷ് എടുക്കണമെങ്കിൽ. ഇതിൻ്റെ ഫാമിലിയൊക്കെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ അമ്മ കിംചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡേഹ അങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിക്കുകയാണ്. ഡേഹയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്ത് നല്ല സ്പീഡിൽ തന്നെ കേട്ടോ അവളെല്ലാം തന്നെ ചെയ്യുന്നത്. ഹ്യൂങ്ങുവിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാണ്, ഡേഹ നല്ല അടിപൊളിയാണ്, ഭയങ്കര ഗഡ്സ് ആണെന്ന് പറയാണ് കേട്ടോ. അതായത് അമ്മായിയമ്മ വന്നിട്ട് പറയുന്നുണ്ട് ഡേഹേനോട് എന്നെ അമ്മാന്ന് വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ഡേഹ തിരിച്ച് പറയാണ്, ഞാൻ നിങ്ങളെയാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അമ്മാന്ന് വിളിച്ചത്, അതുകൊണ്ട് ഞാൻ ഇനിയും വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തിരിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ സിസ്റ്റർ പറയുന്നത് ഡേഹയ്ക്ക് ഭയങ്കര ഗഡ്സ് ആണെന്ന് കേട്ടോ. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഹെയ്നും അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ ബാൾസത്തിൻ്റെ പെറ്റൽസ് ഇവരുടെ നെയിൽസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ ഇവരുടെ നെയിൽസ് പിടിക്കും. പെൺകുട്ടി പറയാണ്, ഹ്യൂമു പണ്ട് എൻ്റെ പുറകെ ഒരുപാട് ഫ്ലേർട്ട് ചെയ്ത് നടന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ ഡിവോഴ്സ്ഡ് അല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇവളും ഇവളുടെ കയ്യിലും ബാൾസത്തിൻ്റെ ആ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ കയ്യിലും അവരത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹെയ്ൻ എന്തിനാ ചാടി കയറി ഈ ബാൾസത്തിൻ്റെ പെറ്റൽ അവളുടെ നെയിലിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിത്ത് ഉണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ. അതായത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലവ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹെയ്ൻ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അവളുടെ ഫസ്റ്റ് ലവ് അവളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹെയ്ൻ്റെ ഫസ്റ്റ് ലവ് ഹെയ്ൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാൾസത്തിൻ്റെ പെറ്റൽ ഇവളും അപ്ലൈ ചെയ്തെന്ന് ഹ്യൂങ്ങുവിനോട് പറയുമ്പോൾ ഹ്യൂങ്ങു ഭയങ്കര ജലസ് ആവുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ മുമ്പ് ഹ്യൂങ്ങുവിനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പയ്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഇവളുടെ. ആ ഒരു പയ്യനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട് കാറിൽ എന്നൊക്കെ ഹെയ്ൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ വിചാരം വേറെ ഏതോ ഒരു പയ്യനാണ് ഹെയ്ൻ്റെ ഫസ്റ്റ് ലവ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഹെയ്ൻ സംസാരിക്കുന്നത് നമ്മുടെ ഹ്യൂങ്ങുവിനെ കുറിച്ചാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യൂണിനെയാണ് കാണിക്കുന്നത്. യൂണാണെങ്കിൽ ഭയങ്കര ആൻഷ്യസ് ആണ്, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ മരിച്ചുപോയ ചെയർമാൻ്റെ മൂത്ത മകൻ ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോവുകയാണ്. അങ്ങനെ അങ്ങേര് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിന് ഇപ്പോഴുള്ള ഒരു പൊസിഷൻ ആ മൂത്ത മകന് കിട്ടും. കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, ഈ ഒരു സീക്രട്ട് ഫണ്ട് യൂസ് ചെയ്തിട്ട്. ഈ യൂണിൻ്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2.1% ആണ് കേട്ടോ. അതായത് ചെറിയ ചെറിയ എമൗണ്ട് സ്റ്റോക്ക് വാങ്ങി വെക്കുകയാണ് ഓരോ റെഗുലർ ഇൻ്റർവെൽസിൽ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഡൗട്ടൊന്നും വരില്ല. കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഹെയ്നും ഹ്യൂങ്ങുവും അറിയുന്നുണ്ട് കേട്ടോ. ഇവരെറിഞ്ഞ ഒരു ട്രാപ്പ്, ഒരു ചൂണ്ടയിൽ നമ്മുടെ യൂൺ കൊത്തിയിരിക്കുകയാണ് കേട്ടോ. പറയാണ് അങ്ങനെ ലാസ്റ്റ് അവനവൻ്റെ സീക്രട്ട് ഫണ്ട് യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹെയ്ൻ പറയാണ്, എൻ്റെ അങ്കിള് അവൻ്റെ ആ ഒരു പൊസിഷൻ തട്ടിയെടുക്കുമെന്നുള്ള ഭയം അവന് വന്നിട്ടുണ്ടെന്ന് പറയാണ് ഹെയ്ൻ. ഒരു അഡ്വക്കേറ്റ് പറയാണ്, നമുക്ക് കുറച്ച് പ്രൂഫ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എംബസൽമെൻറ്റ്, അതുപോലെ തന്നെ മാൽ പ്രാക്ടീസ്, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ലോ വയലേഷൻ, അതിനൊക്കെ കേസ് കൊടുക്കാൻ പറ്റും ഇവനെതിരായിട്ട്, അതായത് യൂണിനെതിരായിട്ട്.
അതുപോലെ തന്നെ പിയോൺ ആണെങ്കിൽ ഈ ഡബിൾ കോൺട്രാക്റ്റിനെ കുറിച്ചും ഡയറക്ടർ ജോനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് ഈ പിയോണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഈ സമയത്താണ് ഒരാൾ മരിച്ചു കിടക്കുന്നത് വേറൊരാൾ കാണുന്നത്. 40 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ബോഡിയാണ്. പക്ഷേ ആരാണെന്ന് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഗ്രേസിനെയാണ് കാണിക്കുന്നത്. ഗ്രേസ് ആണെങ്കിൽ നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗ്രേസ് ആണെങ്കിൽ ഈ ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്യുന്ന എംപ്ലോയീസിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹെയിൻ്റെയും ഹ്യൂങ്ങുവിൻ്റെയും അമ്മയുടെ ഫേസ് ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുപ്പിക്കുകയാണ്. ഹെയിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ജർമ്മനി പോകാന്നുള്ള ന്യൂസും നമ്മുടെ ഗ്രേസിന് കിട്ടുന്നുണ്ട് കേട്ടോ. ബിയോംജെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ബിയോംജെൻ്റെ ക്രഷ് ഓപ്പോസിറ്റ് നിന്ന് വരുന്നത് കേട്ടോ. എന്നിട്ട് ബിയോംജയുടെ ക്രഷ് വരുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് നൈറ്റ് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറയണം ബിയോംജെനോട്. അപ്പോൾ ബിയോംജെ വിചാരിക്കുകയാണ് പ്രപ്പോസ് ചെയ്യാനായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് നൈറ്റ് രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യുകയാണ്. ബിയോംജയുടെ ക്രഷ് ആണെങ്കിൽ ഒരു കവർ കൊടുക്കാനുണ്ടോ ബിയോംജയ്ക്ക്. അപ്പോൾ ബിയോംജെ ഫസ്റ്റ് വിചാരിക്കുന്നത് അത് ലവ് ലെറ്റർ ആണെന്നാണ്. പക്ഷേ പിന്നെ തിരിച്ചു നോക്കിയപ്പോൾ മനസ്സിലാവാണ് അത് കണ്ടോളൻസ് മണിയാണെന്ന്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കുമല്ലോ, ആ ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ അവനോട് ചെയ്തത്. ബിയോംജെ ആണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനവൻ്റെ കർച്ചീഫൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ ഹെയിൻ്റെ ഫാമിലി ഇരുന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ സൂച്ചിയോൾ പറയാണ്, ഞാൻ എന്തായാലും ഇത്ര നാൾ ഗ്രാൻഡ് പായുടെയും അച്ഛൻ്റെയും കീഴിലായിരുന്നു. ഇങ്ങോട്ട് ഞാൻ എന്തായാലും എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല. ഇവനും ഡേഹയും കുട്ടിയും കൂടിയിട്ട് വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുക പറയാണ്. അപ്പോൾ നമ്മുടെ ഹെയിനും പറയാണ്, ഞാനും വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ കൂടെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല അത് എയർപോർട്ടിന് അടുത്താണെന്ന് പറയാണ്. ഹെയിൻ്റെ അമ്മ പറയാണ്, നീ ഇങ്ങനെ എക്സ്ക്യൂസസ് ഒന്നും പറയണ്ട. ഞങ്ങൾക്കറിയാം നിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ് എയർപോർട്ടിൽ നിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമു പറയാണ്, ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് അലോൺ ടൈം വേണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് ടൈം വേണമെന്ന് പറയാണ്. ഗ്രേസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് അതായത് ഹ്യൂമുവിൻ്റെ വീട്ടിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഡേഹേനെ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ മോസിയോളായിട്ട് ഷെയർ ചെയ്യണം. പക്ഷേ മോസിയോളിന് ഓൾറെഡി അറിയായിരുന്നു ഡേഹെ അവിടെ എത്തിയിട്ടുള്ളത്. കാരണം കുറേ ആൾക്കാർ നമ്മുടെ ഡേഹേനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഹെയിനാണെങ്കിൽ ജർമ്മനിയിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു കാര്യം മോസിയോളിനോട് പറയുമ്പോൾ നമ്മുടെ യൂണും ഇത് സൈഡിൽ നിന്ന് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ യൂൺ ഗ്രേസിനെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. അതായത് ഏത് ഹോസ്പിറ്റലിലാണ് ജർമ്മനിയിൽ അവർ ട്രീറ്റ്മെൻറ്റ് പോകണേന്ന് കണ്ടുപിടിക്കാൻ പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ ഹെയിൻ്റെ അമ്മ ഹെയിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഇത്ര നാൾ ഫുള്ള് ക്യാറ്റ്സും ഡോഗ്സും പോലെയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് നീയുമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റൊക്കെ തോന്നുന്നുണ്ട്, ഒരുപാട് ഗിൽറ്റി ആയി തോന്നുന്നുണ്ടെന്നൊക്കെ അമ്മ മോളോട് പറയുകയാണ് കേട്ടോ. അതെ, ഹെയിൻ്റെ അമ്മയും അച്ഛനൊക്കെ പോവുകയാണ് ഇവിടെ നിന്ന്. അതായത് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പം നമ്മുടെ ഹെയിൻ്റെ അമ്മയ്ക്ക് ഹ്യൂങ്ങുവിൻ്റെ അമ്മ കുറച്ച് കിംച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈമിൽ ഹെയിനും പുറത്തേക്ക് വരികയാണ്. അവളും പോവുകയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഹ്യൂങ്ങുവിൻ്റെ അമ്മ അവളെ ഒരുപാട് ഹഗ്ഗൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ വേറൊരു നൈബർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ബാച്ചിലർ ആണെന്നല്ലേ മുൻപ് എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹെയിൻ പറയാണ്, അല്ല ഓൾറെഡി മാരീഡ് ആണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നൈബർ വിചാരിക്കുകയാണ് ന്യൂലി വെഡ് കപ്പിൾസ് ആണെന്ന് വിചാരിക്കുകയാണ്. ഹെയിനും തിരിച്ച് എതിർത്തൊന്നും പറയാൻ പോകുന്നില്ല കേട്ടോ. അതിനുശേഷം ഇവർ രണ്ടുപേരും റൂമിലെത്തിയതിനു ശേഷം ഹെയിൻ പറയാണ്, ഇനി തൊട്ട് നമ്മൾ ന്യൂലി വെഡ് കപ്പിൾസ് ആണെന്ന് പറയുന്നത്. അതായത് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകം മൊത്തം പാട്ടാവെന്ന് പറയാണ് ഒരു നൈബർ അറിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഹെയിനും ഹ്യൂങ്ങുവും കൂടി കുറേ ടൈമൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാണ്. കാരണം ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെയൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് സീനിൽ ഗ്രേസ് മോസിയോളിനോട് പറയുകയാണ്, സൂച്ചിയോൾ ഇങ്ങോട്ട് വരുന്നില്ല, വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഹെയിനും ഹ്യൂങ്ങുവിൻ്റെ കൂടെയുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് ആകെ കൂടി വരുന്നത് ഹെയിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണെന്ന് മോസിയോളിനോട് പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ യൂണും ഹ്യൂങ്ങും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂൺ പറയുകയാണ്, നിങ്ങൾ ജർമ്മനിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൾക്കുള്ള ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് അവൾക്ക് അറിയോ ചോദിക്കുകയാണ്. അവൾക്ക് അറിയില്ലെന്ന് എനിക്കറിയാം, ഇനി അവളെ ഒരിക്കലും അറിയിക്കരുതെന്ന് പറയുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അവളെ സ്നേഹിക്കുന്നതെന്ന് യൂൺ നമ്മുടെ ഹ്യൂങ്ങുവിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ യൂണിനറിയാം ഈ ഒരു കാര്യം, അതായത് സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഹെയിൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഹെയിൻ ഈ ഒരു സർജറിക്ക് സമ്മതിക്കില്ല എന്ന് യൂണിനറിയാം കേട്ടോ. എന്നിട്ട് ഹ്യൂങ്ങുവിൻ്റെ ഐറ്റംസൊക്കെ ആ വീട്ടിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. മെയിനാണെങ്കിൽ സെക്രട്ടറി നാടെ കൂടെ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പർച്ചേസിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. മെയിൻ നോക്കുമ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അങ്ങനെ ഇരിക്കാനൊന്നും സ്ഥലമല്ല കേട്ടോ. അതായത് കപ്പിൾസിനൊന്നും വന്ന് അങ്ങനെ ഇരിക്കാനുള്ള സ്പേസ്, അതുപോലെ തന്നെ കിഡ്സിന് കുറച്ച് കളിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഹെയിൻ തന്നെയാണ് മുൻപ് CEO ആയിരുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞത്. അതായത് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമാണെങ്കിൽ ആൾക്കാർ ഇരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ, പർച്ചേസിംഗ് ഒന്നും നടത്തില്ല പറഞ്ഞിട്ട് അവിടുത്തെ ചെയർസൊക്കെ എടുത്ത് മാറ്റിയത് നമ്മുടെ ഹെയിൻ തന്നെയാണ് കേട്ടോ. ഹെയിൻ പറയാണ്, ഞാൻ എന്തായാലും കുറച്ചുകൂടി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ സെക്രട്ടറി ഞാൻ പറയാണ്, ഇനി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മറക്കരുത്. കാരണം സാധാരണ മൂവിയിലൊക്കെ ഉണ്ട് ബ്രെയിൻ സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർ പാസ്റ്റൊക്കെ മറന്നു പോകും. നെക്സ്റ്റ് സീനിൽ ഹ്യൂങ്ങുവിൻ്റെ സിസ്റ്റർ ഇൻ ലോ ഹ്യൂങ്ങുവിൻ്റെ അമ്മേനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു മനുഷ്യനെ, അതായത് ഇനി ഈ ഹസ്ബൻഡിനെ എനിക്ക് നോക്കാൻ പറ്റില്ല, തിരിച്ച് അമ്മേനെ ഏൽപ്പിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. സിസ്റ്റർ ഇൻ ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളത്തെ ഇവരുടെ സേവിങ്സ് ഫുള്ള് സ്റ്റോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ക്രിപ്റ്റോ കറൻസിയും വാങ്ങിയിട്ടുണ്ട് കുറേ. അത് ഹസ്ബൻഡ് ഇവിടെ അറിയാതെ വാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി പോകുന്നത് -90%, അതായത് അത്രയും നഷ്ടത്തിലാണ്. ഇത് കേട്ടിട്ട്
അമ്മയാണെങ്കിൽ ഹ്യൂങ്ങുവിൻ്റെ ബ്രദറിനെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹ്യൂങ്ങുവിൻ്റെ സിസ്റ്ററിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹ്യൂങ്ങുവിൻ്റെ ബ്രദർ പറയാണ് എൻ്റെ കയ്യിൽ ക്യാഷ് കുറച്ച് കിട്ടാൻ പോവാണെന്ന് പറയാണ്. കാരണം ഈ ഒരു ക്വീൻസിൻ്റെ ബിൽഡിങ്ങില്ലേ, ആ ഒരു ബിൽഡിങ് ഈ ഒരു ഫാമിലിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം അറിയുമ്പോൾ വൈഫ് തിരിച്ച് വന്നിട്ട് ഹഗ് ചെയ്യാണ് കേട്ടോ ഹസ്ബൻഡിനെ. ഓക്കെ, ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇന്ന് നൈറ്റ് ഹ്യൂങ്ങുവിൻ്റെ അച്ഛനും അമ്മയും ബ്രദറിനോട് പറയാണ് ആ ഒരു ജിം അവിടെ നിന്ന് ഒഴിപ്പിക്കണം. കാരണം ഇന്നേ വരെ നീ അതിൻ്റെ പേയ്മെൻറ്റ് തന്നിട്ടില്ല. അങ്ങനെ പേയ്മെൻറ്റ് തരാതെ ആയിക്കഴിഞ്ഞാൽ നിൻ്റെ ആ ഒരു ലൈസൻസ് കാർഡ് നിനക്ക് തരാതിരിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയാണ് കേട്ടോ അച്ഛൻ. നെക്സ്റ്റ് കാണിക്കുന്നത് ഹെയിനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒക്ടോബർ ആയിട്ടുള്ളൂ, പക്ഷേ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെയിൻ്റെ സെക്രട്ടറി പറയാണ് ഈ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഹെയിൻ തന്നെയായിരുന്നു. കാരണം ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞു, ബാക്കിയുള്ള ഫെസ്റ്റിവൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, അതായത് ബാക്കിയുള്ള കടക്കാർ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഡെക്കറേഷൻസ് എന്ന് ഹെയിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. അതനുസരിച്ചാണ് ഇപ്പോൾ ഒക്ടോബർ ആയപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ മഞ്ഞ് പെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയുന്നുണ്ട് അല്ല ഇത് റിഹേഴ്സലായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് ഹ്യൂങ്ങു അങ്ങോട്ട് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹ്യൂങ്ങു അറേഞ്ച് ചെയ്തായിരുന്നു ഈ ഒരു മഞ്ഞ്. കാരണം ഹെയിൻ്റെ ഒരു വിഷായിരുന്നു ഇങ്ങനെ സ്നോ വീഴുന്നത് കാണണമെന്ന് സർജറിക്ക് മുൻപ്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഹ്യൂങ്ങു നടത്തി കൊടുത്തതാണ്. ഹെയിൻ ഹ്യൂങ്ങുവിനോട് പറയാണ്, അതായത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലവും എന്തായാലും എൻ്റെ അടുത്തേക്ക് വരുന്നത് ഹെയിൻ ഹ്യൂങ്ങുവിനോട് പറയാണ് കേട്ടോ. ഹ്യൂങ്ങുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഹെയിൻ്റെ ഫസ്റ്റ് ലവ് ആരാന്ന് ഹെയിനോട് ചോദിക്കുകയാണ് ഹ്യൂങ്ങു. ഹെയിൻ പറയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സീക്രട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ് നീ എന്നും വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിരുന്നത് ബസ് നമ്പർ 372 ചോദിക്കുകയാണ്. മാത്രമല്ല ബസ്സിലത്തെ ബാക്കിലെ വിൻഡോ സൈഡിലെ സീറ്റിലല്ലേ നീ ഇരിക്കാറ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയിൻ പറയണല്ല നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ ചോദിക്കുകയാണ്. ഹെയിൻ പറയണത് ഞാൻ ആ ഒരു ബസ്സിനെ ഒരുപാട് തവണ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്രാഫിക്കുള്ള ടൈമാണ് എങ്കിലും 1.5 മണിക്കൂറൊക്കെ ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഹെയിൻ പറയാണ് കേട്ടോ. ഒരു ഹ്യൂങ്ങുവിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഹെയിൻ ചോദിക്കുകയാണ് അല്ല നീ അങ്ങനെ സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ കയറി പറ്റിയ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം അവളുടെ ഫസ്റ്റ് ലവ് ഇവനാണെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഇവന് മനസ്സിലായില്ല. ഇപ്പോഴാണ് ഹ്യൂങ്ങുവിന് മനസ്സിലാവുന്നത് ഇത്ര നാൾ ഹെയിൻ പറഞ്ഞിരുന്ന ഹെയിൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് താൻ തന്നെയായിരുന്നു. അതറിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹെയിൻ്റെ പുറകെ പോവുകയാണ് കേട്ടോ. ഹ്യൂങ്ങു എങ്ങനെയാണ് ഇനി സ്നോ അറേഞ്ച് ചെയ്തതെന്ന് കേട്ടോ ഈ ഒരു സീനിൽ കാണിക്കുന്നത്. സ്നോ സ്ലിപ്പറി ആണോ അല്ലേ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ ലീഗൽ ടീമിന് അത് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്നോയുടെ റിഹേഴ്സൽ നടത്തിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയിൻ്റെ മുമ്പിൽ സ്നോ വീഴുന്നത്. എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇപ്പോൾ സൂചിയോളും ടൈഹയും കുട്ടിയാണ് ഈ ഒരു വീട്ടിലുള്ള കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ അച്ഛൻ അമ്മേനോട് പറയാണ്, അതായത് ഹെയിൻ്റെ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ഒരു മെമ്മറി ഫുള്ള് പോവും, പിന്നെ ആരെയും തന്നെ അവൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നുള്ള ഒരു ട്രൂത്ത് ഇപ്പോൾ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂചിയോളും ഇതറിയുന്നത്. ഇതേപോലെ തന്നെ അമ്മേനോടും അച്ഛൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഇങ്ങനൊരു മെമ്മറി ലോസിൻ്റെ കാര്യം. അമ്മയും മനസ്സിലാക്കുകയാണ് ഈ ഒരു കാര്യം ഹെയിൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഹെയിൻ എന്തായാലും ഓപ്പറേഷന് സമ്മതിക്കില്ല എന്നുള്ളത്. ഹെയിനും ഹ്യൂങ്ങും അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ് കേട്ടോ സിയോളിൽ നിന്ന്. ഇതേ സമയം നമ്മുടെ യൂണും ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ഇവരറിയാതെ ഈ ജർമ്മനിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നുണ്ട്. എയർപോർട്ടിലത്തെ ന്യൂസിലൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് അന്നൊരാൾ മരിച്ചില്ലേ 40 വയസ്സുള്ളത്, അത് പിയോൺ എന്ന് പറഞ്ഞുള്ള ആളാണെന്നുള്ള ന്യൂസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഹ്യൂങ്ങും ഹെയിനും കൂടിയിട്ട് കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയിൻ മുൻപ് പറഞ്ഞിരുന്നു 3 സീക്രട്ട് ഉണ്ടെന്ന്. അതിൽ 2 സീക്രട്ട് ഓൾറെഡി നമ്മുടെ ഹ്യൂങ്ങുവിനോട് പറഞ്ഞു. തേർഡ് സീക്രട്ട് ഇപ്പോൾ പറയാണ് കേട്ടോ. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ റൂഫ് ടോപ്പിൽ ഒരു റക്കൂൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഹ്യൂങ്ങുവിനോട്. എനിക്ക് അങ്ങനെ അവിടെ ഒരു റക്കൂൺ ഇല്ല, ഞാൻ നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് നമ്മുടെ ഹ്യൂങ്ങുവിനോട് പറയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ എങ്ങനെ ഇതൊക്കെ വിശ്വസിച്ചെന്നും ഹ്യൂങ്ങുവിനോട് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ നമ്മുടെ ഹ്യൂങ്ങുവിനാണെങ്കിൽ അവളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അവൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, അതായത് ഈ ഒരു സർജറിക്ക് ശേഷം നിൻ്റെ മെമ്മറി ഫുള്ള് പോവും. ആ ഒരു ട്രൂത്ത് ഹ്യൂങ്ങു ഹെയിനോട് പറയാണ് കേട്ടോ. അപ്പോൾ ഹെയിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആകെ കൂടി ഷോക്കാവാണ്. കാരണം ഓപ്പറേഷന് ശേഷം ഇവരെ ആരെയും തന്നെ നമ്മുടെ ഹെയിനിന് ഓർമ്മയുണ്ടാവില്ല എന്ന് കാണുമ്പോൾ ഹെയിന് ഒരുപാട് വിഷമമായിട്ട് പറയാണ് എനിക്ക് സർജറി വേണ്ട പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഹ്യൂങ്ങു ഇവളുടെ പുറകെ വന്നിട്ട് ഇവളുടെ കൈ പിടിച്ചിട്ട് പറയാണ് നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട, നീ ജസ്റ്റ് ഒന്ന് ജീവിച്ചാൽ മാത്രം മതിയെന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹ്യൂംബു ഹെയിൻ അറിയാതെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഹെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് തീരെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അത് ഹ്യൂംബു ഇവളുടെ ഹസ്ബൻഡാണ്, നമ്മളൊരുപാട് സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഹ്യൂംബു എന്നിട്ട് വീഡിയോയിൽ പറയുകയാണ് നീ ഒരുപാട് ടെൻസ്ഡ് ആയിരിക്കും ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ, നിനക്ക് ഓർമ്മയൊന്നും കാണില്ല, പക്ഷെ നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, കാരണം നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. അങ്ങനെ ഒരു പ്രോമിസ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, നിൻ്റെ സൈഡിൽ എപ്പോഴും ഞാനുണ്ടാവുമെന്ന്. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ എന്താ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഹ്യൂങ്ങു പറയാണ് കേട്ടോ. എന്നിട്ട് ഹ്യൂങ്ങു പറയാണ് ഐ ലവ് യു ഹെയിൻ, ഞാൻ എന്നും നിന്നെ സ്നേഹിച്ചിരുന്നു, ഇനിയും അങ്ങോട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുമെന്ന് ഹ്യൂങ്ങു പറയാണ് കേട്ടോ ആ ഒരു വീഡിയോ റെക്കോർഡിങ്ങിൽ. നമ്മുടെ ഹ്യൂങ്ങുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.